നമസ്തേ. ഐശ്വര്യപ്രദമായ ഒരു ഭവനത്തിൻ്റെ അടിസ്ഥാനം അവിടെ താമസിക്കുന്ന താമസക്കാരുടെ പ്രവൃത്തികൾ തന്നെയാണ്. സംസ്കാരവിരുദ്ധവും അപലക്ഷണങ്ങളുമായ പ്രവൃത്തികൾ ഒഴിവാക്കണം. ഇക്കാര്യത്തിൽ വീട്ടിലെ മുതിർന്നവർ കുട്ടികൾക്ക് മാതൃകയാകേണ്ടതാണ്. വീടിൻ്റെ നിശ്ചിതമായ സ്ഥാനങ്ങളിൽ പൂജാമുറി, അടുക്കള, കിണർ തുടങ്ങിയവ സ്ഥാപിക്കണം. വീട്ടിലേക്ക് കയറുന്നത് ശരിയായ ദിക്കിൽ നിന്നും ആയിരിക്കണം. വീടിനു ചുറ്റും നിശ്ചിതമായ അകലത്തിൽ വൃക്ഷങ്ങൾ നട്ടിട്ടുണ്ടാകണം. വീട്ടുമുറ്റത്ത് പൂന്തോട്ടമുണ്ടാവണം. വൃക്ഷങ്ങൾക്കും ചെടികൾക്കും ജലവും മറ്റു വളങ്ങളും മലിനവസ്തുക്കൾ നീക്കം ചെയ്യുവാനുള്ള സംവിധാനം ശരിയായ രീതിയിൽ ഉണ്ടായിരിക്കുകയും വേണം. ഗൃഹോപകരണങ്ങൾ വൃത്തിയായും അതാതിൻ്റെ സ്ഥാനങ്ങളിലും സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ദിവസവും വീടും പരിസരവും തൂത്തുവാരണം. വീട്ടുപരിസരത്ത് പുല്ല് പിടിക്കുവാൻ അനുവദിക്കരുത്. മാറാല, ചിതൽ എന്നിവ നീക്കം ചെയ്യുവാനും അഴുക്കുകൾ തുടച്ചുമാറ്റുവാനും സമയം കണ്ടെത്തണം. വിറകിനും തടിക്കും ആവശ്യമായ വൃക്ഷങ്ങളും ഔഷധച്ചെടികളും നട്ടുവളർത്തണം. പുരയിടത്തിനു ചുറ്റും മതിൽ കെട്ടി അതിരുകൾ സംരക്ഷിക്കേണ്ടതാണ്. വീടിൻ്റെ അവിഭാജ്യ ഘടകമാണ് ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്ന കിണർ. ഉത്തമമായ സ്ഥാനത്ത്, അതായത് മീനം രാശിയിൽ വേണം കിണർ കുഴിക്കേണ്ടത്. കിണർ ഒരിക്കലും വറ്റാൻ ഇടവരുത്തരുത്. കിണറ്റിനടുത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. കിണർ ജലത്തിൽ നല്ല സൂര്യപ്രകാശം കിട്ടണം. കിണർ വലയിട്ട് സംരക്ഷിക്കണം. വർഷത്തിലൊരിക്കൽ കിണർ വൃത്തിയാക്കണം. അതിഥികളെ സ്വീകരിക്കുവാനുള്ള മുറിയായതിനാൽ സ്വീകരണമുറി എപ്പോഴും വൃത്തിയായി ക്രമീകരിക്കണം. ഇവിടെ ചെരുപ്പിട്ട് കയറുവാൻ അനുവദിക്കരുത്. അശുഭവും അശുഭത്വവുമായ വസ്തുക്കൾ സ്വീകരണമുറിയിൽ ഉണ്ടാകാൻ പാടില്ല. കിടപ്പുമുറി വൃത്തിയുള്ളതും ആവശ്യത്തിന് വായുസഞ്ചാരമുള്ളതുമായിരിക്കണം. നിത്യവും തൂത്തുവാരി തുടയ്ക്കേണ്ടതാണ്. കിടക്കുന്ന ഷീറ്റുകളും തലയിണ കവറുകളും ദിനംപ്രതി കഴുകുവാനും ശ്രദ്ധിക്കണം. കിടക്കാൻ ഉപയോഗിക്കുന്ന പായ, കിടക്ക ഇവയിൽ ചവിട്ടി നടക്കരുത്. തെക്കോട്ടോ അഥവാ കിഴക്കോട്ടോ തലവെച്ച് കിടന്നുറങ്ങണം. രക്തചംക്രമണത്തിന് തടസ്സം വരാതെ നീണ്ടു നിവർന്നു വേണം കിടക്കാൻ. സ്ത്രീകൾ മലർന്നു കിടന്നുറങ്ങരുത്. ഇടതുവശം ചെരിഞ്ഞു കിടക്കുന്നതാണ് ആരോഗ്യകരം. വീട്ടിൽ പ്രത്യേക ഊൺമുറി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഊൺമുറി എപ്പോഴും അണുവിമുക്തമാക്കി വൃത്തിയാക്കി സൂക്ഷിക്കണം. നന്നായി വിശക്കുമ്പോൾ മാത്രമേ ഉണ്ണാവൂ. ഓരോന്നും ആവശ്യത്തിന് മാത്രമേ വിളമ്പാവൂ. വാഴയിലയിലാണ് ഉണ്ണുന്നതെങ്കിൽ ഇടതുവശത്തേക്ക് തുമ്പു വയ്ക്കണം. ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങിയാൽ കഴിക്കുന്നതുവരെ എഴുന്നേൽക്കുവാൻ പാടില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കുവാനോ പത്രം വായിക്കുവാനോ പാടില്ല. അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. എച്ചിൽ പാത്രങ്ങൾ, കഴുകിയ ഭക്ഷണ സാധനങ്ങൾ എന്നിവ അടുക്കളയിൽ ഇടരുത്. ആവശ്യമുള്ള പാത്രമേ ഉപയോഗിക്കാവൂ. ബാക്കിയുള്ളവ ഷെൽഫിലോ മറ്റോ സൂക്ഷിക്കുക. പാകം ചെയ്യുവാൻ കളിമൺ പാത്രങ്ങളോ അല്ലെങ്കിൽ ചെമ്പ്, ഇരുമ്പ്, ഓട് തുടങ്ങിയവയും ഉത്തമമാകുന്നു. അലുമിനിയം പാത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കുളിമുറിയും കക്കൂസും മാലിന്യങ്ങൾ ഏറ്റവും കൂടുതൽ അടിഞ്ഞുകിടക്കുന്നിടമാണ്. കുളിമുറിയിൽ സോപ്പ് വെള്ളവും മാലിന്യങ്ങളും ചെളിയും കെട്ടിനിൽക്കുവാൻ പാടില്ല. തറ എപ്പോഴും വൃത്തിയായി കഴുകി സൂക്ഷിക്കേണ്ടതാണ്. എണ്ണ, കുഴമ്പ് എന്നിവ തറയിൽ കെട്ടിക്കിടക്കുവാൻ പാടില്ല. പല വീടുകളിലും കുളിമുറിയും ടോയ്ലറ്റും ഒരുമിച്ചായതിനാൽ ടോയ്ലറ്റും കുളിമുറിയും രോഗാണുമുക്തമാക്കി നിലനിർത്തണം. കക്കൂസുകൾ നിത്യവും അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കണം. വീട്ടിൽ പ്രത്യേകമായി ഒരു പൂജാമുറി സ്ഥാപിക്കുന്നത് നല്ലതാണ്. കന്നിരാശിയിൽ വേണം പൂജാമുറി തയ്യാറാക്കേണ്ടത്. തെക്കും വടക്കും പൂജാമുറി ഒഴിവാക്കണം. നിര്യതി കോണിലും ഈശാന കോണിലും പൂജാമുറിക്ക് നല്ല സ്ഥാനമാണ്. പൂജാമുറിയിൽ അഷ്ടമംഗല വസ്തുക്കൾ, വാൽക്കണ്ണാടി, ആവണപ്പലക, ഇഷ്ടദേവതകളുടെ ചിത്രങ്ങൾ എന്നിവ വയ്ക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്. പൂജാമുറി നിത്യേന വൃത്തിയാക്കി സുഗന്ധപുഷ്പങ്ങൾ, സുഗന്ധവസ്തുക്കൾ എന്നിവ കൊണ്ട് അലങ്കരിക്കണം. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഗൃഹത്തിൽ ലക്ഷ്മീവാസം വന്നു ചേരുകയും
ആരോഗ്യം വർദ്ധിക്കുകയും ഫലമാകുന്നു.